നമസ്കാരം, വിപോൻ മീഡിയയിലേക്ക് സ്വാഗതം. നോക്കൂ, കേരളത്തിലെ 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത് എവിടെയാണ്? അതുപോലെ തന്നെ ഏറ്റവും തീവ്രമായ മത്സരം നടക്കുന്നത് എവിടെയാണ്? എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന മത്സരം നടക്കുന്നത് എവിടെയാണ്? നേമം മണ്ഡലം എന്നായിരിക്കും ഏകകണ്ഠമായിട്ടുള്ള അഭിപ്രായം. അത് 2016 ഒ രാജഗോപാലിലൂടെ BJP ആദ്യമായി അക്കൗണ്ട് തുറന്നു. അത് 2021 ശിവൻകുട്ടിയിലൂടെ CPM പൂട്ടിച്ചു. ഇപ്പോൾ കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിലും എങ്ങനെയൊക്കെയാണ് നേമം വിധി എഴുതിയത്? എന്താണ് നേമം കരുതി വെച്ചിരിക്കുന്നത്? 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്ത് അത്ഭുതമാണ് നിയമം കരുതി വെച്ചിരിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. നോക്കൂ, ഒരു പ്രവചനത്തിന് മുതിരുന്നതിന് മുമ്പ് നമ്മൾ പഠിക്കേണ്ടതുണ്ട് കഴിഞ്ഞ 3 തിരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണ് നേമത്തെ വോട്ടർമാർ ചിന്തിച്ചത് എന്ന്. അതേക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 2021 ശിവൻകുട്ടി, ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയാണ് അവിടെ വിജയിച്ചത്. അദ്ദേഹം 55,837 വോട്ട് നേടി. നോക്കൂ, കുമ്മനം രാജശേഖരൻ, BJPയുടെ കുമ്മനം രാജശേഖരനാണ് 2ാം സ്ഥാനത്ത് വന്ന് 51,888 വോട്ടാണ് അദ്ദേഹം നേടിയത്. മുരളീധരൻ, അതായത് ഇന്ന് എവിടെ നിർത്തിയാലും വോട്ട് നേടാൻ കോൺഗ്രസിൽ കഴിവുള്ള അപൂർവ നേതാക്കളിൽ ഒരാളായ മുരളീധരനാണ്. അവിടെ മുരളീധരൻ BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ പ്രധാന കാരണമായി എന്ന് പറയുകയും മുരളീധരനെതിരെ വലിയ വിമർശനം വരികയും സംഘപരിവാർ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. മുരളീധരൻ നേടിയത് 36,524 വോട്ടാണ് മുരളീധരൻ നേടിയത്. നോക്കൂ, ഏതാണ്ട് 4000 വോട്ട് ഭൂരിപക്ഷത്തിനാണ്, 4,000-ത്തിനടുത്ത് വോട്ടിന് ഭൂരിപക്ഷത്തിനാണ് ശിവൻകുട്ടി അവിടെ വിജയിക്കുന്നത്. നോക്കൂ, ഓരോ ഇലക്ഷനും ഓരോ രീതിയിലാണ് ആളുകൾ വോട്ട് ചെയ്യുക. അതിന് മാറ്റങ്ങളുണ്ടാകും. എങ്കിലും ലോക്സഭ ഇലക്ഷൻ വന്നപ്പോൾ ഈ നേമത്ത്, തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ ലോക്സഭ സെറ്റിൽമെന്റിൽ ശശി തരൂർ ജയിച്ചു. 2ാമത് എത്തിയത് രാജീവ് ചന്ദ്രശേഖറാണ്. അവിടെ ഈ നിയമം ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലുള്ളതാണ്. നേമത്ത് എങ്ങനെയാണ് ആളുകൾ വിധി എഴുതിയത് എന്ന് നമുക്ക് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. നോക്കൂ, 2021 തിരഞ്ഞെടുപ്പിൽ ശിവൻകുട്ടി വിജയിച്ചെങ്കിൽ 2024 ലോക്സഭാ ഇലക്ഷനിൽ 3ാം സ്ഥാനത്തേക്കാണ് LDF CPM പോയത്. അവിടെ 61,000 വോട്ടോളം രാജീവ് ചന്ദ്രശേഖർ BJP നേടി. BJP വലിയ ഭൂരിപക്ഷം, 22,000-ഓളം ഭൂരിപക്ഷം അവിടെ ലോക്സഭാ ഇലക്ഷനിൽ BJPക്ക് നേമം നിയോജക മണ്ഡലത്തിലുണ്ടായി. 2021 അപേക്ഷിച്ച് 22,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടെ BJPക്ക് ഉണ്ടായി. അവിടെ CPM നേടിയത് നോക്കൂ, 33,322 55,837 വോട്ട് 2021 നേടിയതിൽ നിന്നും 2024 എത്തിയപ്പോൾ നോക്കൂ, 2024 എത്തിയപ്പോൾ 33,322 വോട്ടിലേക്ക് കുറഞ്ഞു. അതുപോലെ തന്നെ UDF ആകട്ടെ കുറച്ച് വോട്ട് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. 36,524 വോട്ടിൽ നിന്ന് 39,101 വോട്ടിലേക്ക്. എന്നാൽ മറിച്ച് 51,888 വോട്ട് നേടിയ കുമ്മനം രാജശേഖരൻ നേടിയിരുന്നിടത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖർ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. 61,227 വോട്ടായി മാറുകയുണ്ടായി. ലോക്സഭാ ഇലക്ഷൻ മാനദണ്ഡ പ്രകാരമാണെങ്കിൽ നോക്കൂ, അതിൻ്റെ പാറ്റേൺ വ്യത്യാസമുണ്ടെങ്കിലും വലിയ തോതിൽ BJP മുന്നോട്ട് പോയിരിക്കുന്നു നേമം നിയോജക മണ്ഡലത്തിൽ. ഇനി പഞ്ചായത്ത് ഇലക്ഷൻ, 2025 പഞ്ചായത്ത് ഇലക്ഷൻ എങ്ങനെയാണ്, തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ എങ്ങനെയാണ് ഈ നേമം നിയോജക മണ്ഡലം പരിധിയിൽ ഒരു പാർട്ടിയും ബാധിച്ചത് എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, CPM അവിടെ വളരെ പിറകോട്ട് പോവുകയാണ് ചെയ്തത്. അതായത് 55,837 വോട്ട് 2021 നേടിയത് 2025 എത്തിയപ്പോൾ CPM വോട്ട് 39,615 വോട്ടായി കുറഞ്ഞു. 16,222 വോട്ടിൻ്റെ കുറവാണ്. എന്നാൽ നോക്കൂ, 2024 33,322 വോട്ട് അവർ നേടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 6,000 വോട്ടിൻ്റെ കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ലോക്സഭാ ഇലക്ഷനേക്കാളും കുറച്ചുകൂടി 6,000 വോട്ട് കൂടി വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ 16,000 വോട്ടാണ് ശിവൻകുട്ടി നേടിയതിനേക്കാളും 16,000 വോട്ട് കുറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അത് മാത്രമല്ല 13,000 വോട്ട് എങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം കുറവുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല UDF നേടിയതാകട്ടെ, UDF ഇവിടെ നേടിയത് വളരെ UDF പുറകിലേക്ക് പോയി. 13,670 വോട്ടിൻ്റെ കുറവ് 2021 നിന്നും ഉണ്ടായി. നോക്കൂ, അത് 2021 നിന്നും ഉണ്ടായി. 22,855 വോട്ട് ആയി കുറഞ്ഞു. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്. നേരെ മറിച്ച് BJP ആകട്ടെ ഏതാണ്ട് അവർക്ക് വിജയത്തിലേക്ക് അവരുടെ വിജയത്തിൻ്റെ തോത് അവിടെ കീപ്പ് ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. 48,245 വോട്ട് BJP നേടിയെങ്കിലും കുമ്മനം രാജശേഖരൻ നേടിയതിനേക്കാളും 36,043 വോട്ട് കുറവാണ്. പക്ഷേ പഞ്ചായത്ത് ഇലക്ഷനിൽ
NDA നേമം നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽ 8630 വോട്ട് ലീഡ് നേടി എന്നുള്ളത് തന്നെയാണ്. ഇനി നമ്മൾ പരിശോധിക്കേണ്ടത്, നോക്കൂ ആരാണ് ഇവിടെ വിജയിക്കുക. ഈ 3 തിരഞ്ഞെടുപ്പുകളും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മളോട് അതിന്റെ ഫലം പറഞ്ഞത്. അത് എങ്ങനെയാണ് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ നിയമസഭാ ഇലക്ഷനിൽ എന്തായിരിക്കും നേമത്തുകാർ നമ്മളോട് പറയാൻ ബാക്കി വെച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കൂ, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും നേമം മണ്ഡലം പരിധിയിൽ LDFും NDAയും തമ്മിൽ CPMും BJPയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് സാധാരണ ഉണ്ടാകാറ്. അവിടെ ശിവൻകുട്ടിയെ പോലെ അവിടെയുള്ള ജനകീയനായിട്ടുള്ള ഒരാൾ വരുമ്പോൾ, K മുരളീധരനെ പോലെ ഇപ്പുറത്തൊരു വോട്ട് പിടിക്കാൻ കഴിവുള്ള ഒരു നേതാവ് വരുമ്പോൾ BJP പരാജയപ്പെട്ടു വന്നു. പക്ഷേ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ BJP പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നു. അതുമാത്രമല്ല, നോക്കൂ, ശിവൻകുട്ടിക്ക് ഏറ്റവും അധികം വോട്ട് കിട്ടുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് പൂങ്കുളം, തിരുവല്ലം, പുഞ്ചക്കരി, അമ്പലത്തറ, കമലേശ്വരം, കളിപ്പാക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. CPMന് പൊതുവെ CPMന്റെ കേന്ദ്രങ്ങൾ, CPMന് ഏറ്റവും അധികം വോട്ട് കിട്ടുന്ന സ്ഥലങ്ങൾ അതാണ്. അവിടെ വളരെ BJP തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ മുന്നോട്ട് വന്നിരിക്കുന്നു. പൂങ്കുളത്ത് വയൽക്കര സതീഷ് എന്ന് പറയുന്ന അവരുടെ കൗൺസിലർ നേടി 599 വോട്ടിന്റെ ലീഡ് നേടി. CPMന് വളരെ സ്വാധീനമുള്ള സ്ഥലം. തിരുവല്ലത്ത് പാച്ചല്ലൂർ ഗോപകുമാർ BJPയുടെ 46 വോട്ടിന്റെ ലീഡ് നേടി. പുഞ്ചക്കരിയിൽ CPM നിലനിർത്തി, പക്ഷേ 177 വോട്ട് മാത്രമാണ് ലീഡ്. അമ്പലത്തറയിൽ സിമി ജ്യോതിഷ് 106 വോട്ട് ലീഡ് നേടി BJPയുടെ. കമലേശ്വരം ഗിരിവി 307 വോട്ട്. ഇങ്ങനെ CPMന്റെ കൊത്തളങ്ങളിലേക്കും BJPക്ക് കടന്നു കയറാൻ കഴിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് തന്നെയാണ്. 8000-ൽ പരം വോട്ടിന്റെ ലീഡ് നേടിയിരിക്കുന്നു. അത് മാത്രമല്ല ഈ തിരഞ്ഞെടുപ്പിന്റെ ഫലത്തെ സ്വാധീനിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. നോക്കൂ, ഈ കോർപ്പറേഷനിൽ ആര്യ രാജേന്ദ്രന്റെ അഹങ്കാരം നിറഞ്ഞ ഭരണത്തെ തൂത്തെറിഞ്ഞുകൊണ്ടാണ് VV രാജേഷ് എന്ന് പറയുന്ന ഒരു BJP നേതാവ് മേയറായത്. പക്ഷെ അദ്ദേഹം വളരെ സൗമ്യനും ജനങ്ങളോട് നല്ല രീതിയിൽ ഇടപെടുന്ന ആളുമായി അദ്ദേഹം ഭരണം ഈ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ ജനപ്രിയമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ നല്ല ഭരണമെന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. അതുമാത്രമല്ല, ജനങ്ങൾക്കിടയിലേക്ക് അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇറങ്ങാൻ അവർക്ക് സാധിച്ചിരിക്കുന്നു. ഒരു ദന്തഗോപുരത്തിലിരിക്കുന്ന ഒരു സവർണ പാർട്ടി എന്നുള്ള ലേബലിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പാർട്ടിയായി BJPയെ ജനങ്ങൾ അംഗീകരിച്ച് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ഈ മുൻ തെരഞ്ഞെടുപ്പുകൾ കൃത്യമായി വിശകലനം ചെയ്യുകയും പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്തത് പ്രകാരം നമുക്ക് 100% പറയാൻ കഴിയും. 15000-ൽ പരം ഭൂരിപക്ഷത്തിന് നേമം നിയോജക മണ്ഡലം ഇത്തവണ BJP പിടിച്ചെടുക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഇതാണ് എൻ്റെ പ്രവചനം. രണ്ടാമത്തെ നിയമസഭാ നിയോജക മണ്ഡലത്തിൻ്റെ പ്രവചനമാണ്. നേമം നിയോജക മണ്ഡലം 15000-ൽ പരം വോട്ടിന് BJP പിടിച്ചെടുക്കും എന്നതാണ് എൻ്റെ പ്രവചനം. നന്ദി, നമസ്കാരം.